നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ആശാവർക്കർമാരുടെ സമരം അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പീച്ചി മലയോര ഹൈവേ ഉദ്ഘാടനം മാർച്ച് 15-ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് മന്ത്രി K. രാജൻ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് നിർവഹിച്ചു. പൂച്ചട്ടി മുരിയൻകുന്ന് കോതമുത്തപ്പൻ ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക വേല പൊങ്കാല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാർക്ക് മുത്തം കൊടുക്കുന്നത് കേരള ജനത ഒറ്റക്കെട്ടായെന്ന് K. സുരേന്ദ്രൻ. ആശാവർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. എന്നാൽ ജനങ്ങൾ ആശാവർക്കർമാർക്കൊപ്പമാണ്. കേരള ജനത ഒറ്റക്കെട്ടായാണ് ആശാവർക്കർമാർക്ക് മുത്തം കൊടുക്കുന്നതെന്നും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. അതിൽ അശ്ലീലം കാണുന്നവർ സാമൂഹ്യ വിരുദ്ധരാണ്. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകിയവരാണ് ആശാവർക്കർമാർ. കേന്ദ്രം കൊടുക്കുന്ന പണമല്ലാതെ എന്ത് പണമാണ് സംസ്ഥാനം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചത്? NHM കൊടുക്കുന്ന ഫണ്ടല്ലാതെ എന്താണ് സംസ്ഥാനത്തിന്റെ നീക്കിയിരിപ്പ്? ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ 16% തുകയാണ് കേരളത്തിന് അധികമായി അനുവദിച്ചത്. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സഹിഷ്ണുതയില്ലാതെയാണ് സർക്കാർ ആശാവർക്കർമാരോട് പെരുമാറുന്നത്. അത് വകവെച്ചു തരാൻ BJP ഒരുക്കമല്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം പോലെ ആശാവർക്കർമാരുടെ കാര്യത്തിലും CPM കള്ളപ്രചാരണമാണ് നടത്തുന്നത്. കേന്ദ്രത്തിന് കണക്ക് കൃത്യമായി കൊടുക്കാതെ കേന്ദ്ര അവഗണനയെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 1 രൂപ കേരളത്തിന് കിട്ടേണ്ടത് കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടില്ല. പിണറായി വിജയനും വീണ ജോർജും എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. വ്യാജ പ്രചരണത്തിലൂടെ സമരം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭ സുരേന്ദ്രൻ, സിറ്റി ജില്ലാധ്യക്ഷൻ കരമന ജയൻ എന്നിവർ സംസാരിച്ചു. പീച്ചി മലയോര ഹൈവേയുടെ ഉദ്ഘാടനം മാർച്ച് 15-ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. പീച്ചി മലയോര ഹൈവേയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി. പീച്ചി റോഡ് മുതൽ വിലങ്ങന്നൂർ വരെയുള്ള 6 കിലോമീറ്റർ ദൂരമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാർച്ച് 15-ന് ഉച്ചതിരിഞ്ഞ് 4-ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ മന്ത്രിമാരെ സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് വിലങ്ങന്നൂരിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി K. രാജൻ അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,60,000 രൂപ വകയിരുത്തിയാണ് SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം നടത്തിയത്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ LP സ്കൂളുകളിലെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന SC കുട്ടികൾക്കാണ് മേശ, കസേര എന്നിവ വിതരണം ചെയ്തത്. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർ PB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ KM, പഞ്ചായത്ത് അംഗങ്ങളായ രാഹുൽ, മിനി റജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടെ നമ്മൾ നടപ്പാക്കി പോകുന്നു. നാളെ ബിരുദത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് ആ വിതരണം കൂടെ നാളെ നമ്മൾ നടത്താൻ പോവുകയാണ്. 40,000 രൂപയാണ് ലാപ്ടോപ്പിന്റെ വില ഒരു ലാപ്ടോപ്പിനായിട്ട് വരുന്നത്. അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പദ്ധതികൾ നടപ്പാക്കി വരുമ്പോൾ അതിനനുസൃതമായ ഒരു പഠന നിലവാരം ഉയർത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് സ്കൂളുകളെ ആ നിലവാരത്തിലേക്ക് ഉയർത്തി ആ നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഭൗതിക സാഹചര്യം ഈ നാടിനകത്ത് ഉപയോഗപ്പെടുത്തി പോകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി വരുമ്പോൾ അതിന്റെ ഒരു പ്രയോജനം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി പോകാനായിട്ട് നമുക്ക് കഴിയണം.
അപ്പോൾ അതിനെ നിങ്ങളെല്ലാവരും അത്തരത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാവി വിദ്യാർത്ഥി എന്ന രീതിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള അതിന് പ്രചോദനമാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിലും വരും നാളുകളിലും അതിന്റെ പ്രയോജനം നല്ല രീതിയിൽ ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 24 മംഗലം കനാലിന് വശത്തുള്ള 3 ഏക്കറോളം വരുന്ന റവന്യൂ പുറമ്പോക്ക് ഭൂമിയിലെ അടിക്കാട് കത്തി മുളങ്കാടുകളിലേക്കും മരങ്ങളിലേക്കും തീ പടർന്നു. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ കെടുത്തി. സമീപത്തെ റബ്ബർ പുരയിടത്തിലേക്ക് തീ പടരാത്തത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കുറച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുരളീധരൻ, രഞ്ജിത്ത്, രോഹിത്, വിഷ്ണു, ഹോംഗാർഡ് ചെറിയാൻ, ശിവൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പത്മശ്രീ IM വിജയനെ സുവർണ ബോൾ നൽകി ആദരിച്ചു. തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ആദരം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച അർജുന അവാർഡ് ജേതാവ് കൂടിയായ IM വിജയനോടുള്ള ആദരസൂചകമായാണ് തൃശൂർ വോക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൗരാവലി സ്വീകരണം നൽകിയത്. തൃശൂർ ടൗൺ ഹാളിൽ വെച്ചുള്ള സ്വീകരണ പരിപാടിക്ക് മുന്നോടിയായി പാറമേക്കാവിന് മുന്നിൽ നിന്ന് ഘോഷയാത്രയും സംഘടിപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ്, കല്യാൺ സ്വാമി, വോക്കേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. MP കെ രാധാകൃഷ്ണനാണ് സ്വർണ്ണപ്പന്ത് നൽകിയത്. കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി ഇന്ത്യൻ പാർലമെന്റ് തകർക്കുന്ന ഇന്ത്യയെ പ്രതികരിക്കുന്ന പ്രിയങ്കരനായ കേരളത്തെ പ്രതികരിക്കുന്ന ഏറെ പ്രിയങ്കരനായ മേയർ ഏറെ പ്രിയങ്കരനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർ, ഏറെ പ്രിയങ്കരനായ ഇക്കഴിഞ്ഞ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പത്മശ്രീ ലഭിച്ചു എന്ന് നമ്മളെല്ലാവരും ആഹ്ലാദത്തോടുകൂടിയാണ് കേൾക്കുകയും കാണുകയും ചെയ്തത്. ആ ആഹ്ലാദത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുകയും ചെയ്തു. ഇന്ന് ശ്രീ IM വിജയന് വോക്കേഴ്സ് ക്ലബും വെറ്ററൻ ക്ലബും സംയുക്തമായി ഇവിടെ ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. ആദ്യമായി തന്നെ ഇത്തരമൊരു സ്വീകരണം ഒരുക്കി IM വിജയനെ ആദരിക്കാൻ തയ്യാറായ വെറ്ററൻസ് ക്ലബ് ഭാരവാഹികളെയും വോക്കേഴ്സ് ക്ലബ് ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്മശ്രീ IM വിജയന് പത്മശ്രീ ലഭിച്ചതിലുള്ള അഭിമാനം പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഇനിയും അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുകയാണ്. ടീച്ചറാകുമ്പോൾ തന്നെ വന്നത് 5 കൊല്ലമാണ് ടീച്ചർ ക്ലാസ്സിൽ പഠിച്ചത്. ആ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് വേറെ ഇവിടെ മാറിയില്ല. അപ്പോൾ ആ സമയത്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. ടീച്ചറുള്ളപ്പോൾ പറയാൻ എനിക്കൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ടീച്ചറാണ് എന്തായാലും നേരം വൈകി വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഭക്ഷണം റെഡി ഉണ്ടാകുന്നില്ല വീട്ടിൽ, അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് കൂലിപ്പണിയൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്മൻ്റെ കഞ്ഞി വയ്ക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് ഞാൻ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് പോണവരെ ആ ടീച്ചറാണ് വീട്ടിൽ നിന്ന് എനിക്കൊരു പൊതി ചോറ് എപ്പോഴും കൊണ്ടുവരുന്നത്. പക്ഷെ ആ ഇപ്പോൾ രാഷ്ട്രീയ സാർ പറഞ്ഞ പോലെ
ഞാനും അമ്മൻ്റെ നിന്ന് 10 പൈസ കൊടുത്ത് മിഠായി മേടിച്ചിട്ട് ക്യാമ്പ് വരെ പോകുമ്പോൾ ആ ടേസ്റ്റ് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ കഴിച്ചാലോ 7 സ്റ്റാർ ഹോട്ടൽ കഴിച്ചാലോ ഒന്നും കിട്ടില്ല. ടീച്ചറുടെയും എൻ്റെ അമ്മയുടെ 10 പൈസയുടെ മിഠായിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ ഏത് ഹോട്ടലിൽ കഴിച്ചാലും കിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വരെയൊക്കെ എത്തിയത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികമാണ്. ഞാനത് മിസ്യൂസ് ചെയ്യാത്ത ആളാണ്, മിസ്യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ടൊക്കെയാണ് സ്വാമി ഇവരും എല്ലാവരും നിങ്ങളെല്ലാവരും ഇത്ര വലിയൊരു ആദരവ് തന്നത്. തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ് എനിക്ക്. പിന്നെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ വൈഫോടിരിക്കേണ്ട രാജി. പിന്നെ ഞാൻ ഈ റെഡിക്കും കല്യാണം കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, തൃശൂരിന് കീഴിലുള്ള സ്കൂൾസ്, അക്കാദമിക് സ്റ്റാഫ് കോളേജ് എന്നിവിടങ്ങളിലേക്ക് പ്രൊഫസർ, അസോസിയേറ്റഡ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികയിലേക്കുള്ള ഡെപ്യൂട്ടേഷൻ, പുനർനിയമനം, കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ വിശദമായ ബയോഡാറ്റ, പ്രായം, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം രജിസ്ട്രാർ, കേരള ആരോഗ്യ സർവകലാശാല, മെഡിക്കൽ കോളേജ് PO, തൃശൂർ 680596 എന്ന വിലാസത്തിൽ 2025 മാർച്ച് 15 അതിനു മുൻപോ സമർപ്പിക്കേണ്ടതാണ്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സ്നേഹാദരം സംവാദം നടത്തും. ലോക വനിതാ ദിനമായ മാർച്ച് 8-ന് തൃശൂർ സാംസ്കാരിക അക്കാദമി സ്നേഹാദരം ഒരുക്കുന്നു. സർഗശേഷിയിലൂടെ മാതൃകയായ വനിതാ രത്നങ്ങളെ ആദരിക്കൽ, സ്ത്രീ ശാക്തീകരണത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സംവാദവും നടക്കും. 14 വനിതാ പ്രതിഭകളെയാണ് ആദരിക്കുക. തൃശൂർ പ്രസ് ക്ലബ് ഹാളിലാണ് ചടങ്ങ്. അഡ്വക്കേറ്റ് AD ബെന്നി അധ്യക്ഷത വഹിക്കും. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, NITC-MD KP മനോജ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി സംസാരിക്കും. തൃശൂർ സാംസ്കാരിക അക്കാദമി 3-ാം വർഷമാണ് വനിതാ ദിനത്തിൽ വനിതാ അവതരണം ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് AD ബെന്നി, V മാധവിക്കുട്ടി, ശപഥ്, രാജൻ അരവത്തൂർ എന്നിവർ പങ്കെടുത്തു. പൂച്ചട്ടി മുരിയൻകുന്ന് ശ്രീ മുരിയൻ കോതമുത്തപ്പൻ ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക വേല പൊങ്കാല മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാർച്ച് 4, 5 തീയതികളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, വിവിധ ദേശങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വേല വരവ്, ദേവി പന്തൽ പുറപ്പാട്, താലം വരവുകൾ, മുത്തപ്പന്റെ കളംപാട്ട് എന്നീ ചടങ്ങുകൾ നടത്തി. ബുധനാഴ്ച പുലർച്ചെ ദേവി പന്തലിലേക്ക് പുറപ്പാട്, വിശേഷാൽ പൂജകൾ, വടക്കുംപുറത്തെ ഗുരുതി പൂജ, പൊങ്കാല തുടങ്ങിയ ചടങ്ങുകൾ നടത്തി. ക്ഷേത്രം മേൽശാന്തി ബിബിൻ, കോമരക്കാരായ പരമേശ്വരൻ, സുബ്രഹ്മണ്യൻ, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ്, രശ്വിൻ, ജിതേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന് കീഴിലുള്ള പ്രോജക്റ്റിൽ പ്രോഗ്രാമർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. 1-ാം ക്ലാസ്സോടെയുള്ള കമ്പ്യൂട്ടർ സയൻസിലുള്ള BTech ബിരുദം, IT, MCA, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നിവയാണ് യോഗ്യത. ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. 2 ഒഴിവുകളാണുള്ളത്. നിയമന കാലാവധി 179 ദിവസം. 18-നും 36-നും ഇടയിൽ പ്രായമുള്ള അപേക്ഷകർ ബയോഡാറ്റ, പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോ, യോഗ്യതകളുടെ സ്ഥിരീകരണത്തിനായി പ്രസക്തമായ എല്ലാ രേഖകളുടെയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മാർച്ച് 12-ന് രാവിലെ 11-ന് തൃശൂരിലെ സർവകലാശാല ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നടത്തുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. മാർച്ച് 6-ന് ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡെന്റൽ ഡേ തൃശൂരിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ദന്ത അവലോകനത്തിനായി സൈക്കിൾ റാലിയോടെ ആഘോഷങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് മാധ്യമ കൂട്ടായ്മ സംഘടിപ്പിക്കും. മാർച്ച് 6-ന് 5 മണിക്ക് മെർലിൻ ഇന്റർനാഷണൽ ഹോട്ടലിൽ ഉദ്ഘാടനം നടക്കും. പ്രശസ്തരായ ദന്ത വിദഗ്ധർക്ക് അവാർഡുകൾ നൽകും. വാർത്താ സമ്മേളനത്തിൽ PI അജിത്, ഡോക്ടർമാരായ റിജോ C മാത്യു, ജിയോ ഫ്രാൻസിസ്, ഋഷി ഇമ്മട്ടി എന്നിവർ പങ്കെടുത്തു. പുന്നംപറമ്പ് മുതൽ കരുമത്ര വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡിലെ ഇറിഗേഷൻ കനാലിന് കുറുകെയുള്ള മൈനർ ബ്രിഡ്ജ് പുതുക്കി പണിയുന്നതിനുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ
മാർച്ച് 4 മുതൽ 15 വരെ പുന്നമ്പറമ്പ് മുതൽ കരുമത്ര വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. തൃശൂരിൽ നിന്നും വാഴാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വിയ്യൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ, ഷൊർണൂർ സംസ്ഥാന പാത വഴി ഓട്ടുപാറയിലെത്തി വാഴാനി റോഡ് വഴി പോകണം. അതുവഴി തന്നെ തിരിച്ചും പോകണം. എല്ലാ പ്രാദേശിക ചെറുവാഹനങ്ങളും പുന്നമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ചെന്നിക്കര, മണലിത്തറ വഴി കരുമത്രയിലേക്കും തിരിച്ചു പോകേണ്ടതാണെന്നും KRFB എറണാകുളം തൃശൂർ ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ തീരദേശത്തു നിന്ന് രാസലഹരിയും കഞ്ചാവുമായി കിളി വിഷ്ണുവിനെയും സംഘത്തെയും പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് എറിയാട് SN നഗറിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച് കച്ചവടം നടത്തുന്ന കിളി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെയും ഇയാളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന കാര സ്വദേശി എടമുട്ടത്ത് സൂരജ് എന്നിവരെയും കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും സിന്തറ്റിക് മയക്കുമരുന്നായ MDMAയും കഞ്ചാവും കണ്ടെടുത്തു. കൂടാതെ ഇവ തൂക്കി വിൽക്കുവാനുള്ള ത്രാസുകൾ, സിബ്ലോക്ക് കവറുകൾ, വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം, പ്രൊബേഷൻ SI വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ മിഥുൻ കൃഷ്ണ, വിഷ്ണു, അനിൽ, K9 സ്ക്വാഡിലെ അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ സുരേഷ് PG, പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത് KS, മുഹമ്മദ് ഷെറിൻ എന്നിവരുണ്ടായിരുന്നു. മാടക്കത്തറ അറുമുഖ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവയുടെ നടയടച്ചു. മാർച്ച് 7, 8 തീയതികളിൽ 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും. മാർച്ച് 9 പ്രസാദഊട്ടും ഉണ്ടാകും. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. ന്യൂ മീഡിയ ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ അപേക്ഷ ക്ഷണിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ ന്യൂ മീഡിയ ആൻഡ് ഡിജിറ്റൽ ജേർണലിസം ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. കൊച്ചി, തിരുവനന്തപുരം കേന്ദ്രങ്ങളിൽ വൈകിട്ട് 6 മുതൽ 8 വരെയാണ് ക്ലാസ് സമയം. ഒരേ സമയം ഓൺലൈനിലും ഓഫ്ലൈനിലും ക്ലാസ് ലഭ്യമാണ്. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 35,000 രൂപയാണ് ഫീസ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസ യോഗ്യത. പ്രായപരിധിയില്ല. മോജോ വെബ് ജേർണലിസം, ഓൺലൈൻ റൈറ്റിംഗ് ടെക്നിക്സ്, ഫോട്ടോ ജേർണലിസം, വീഡിയോ പ്രാക്ടീസ് തുടങ്ങിയവയിൽ പ്രായോഗിക പരിശീലനം നൽകും. അനുദിനം മാറുന്ന നവീന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നതിലൂടെ ഓൺലൈൻ മാധ്യമ മേഖലയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കോഴ്സ് ഉപകരിക്കും. അവസാന തീയതി മാർച്ച് 7. ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് മീഡിയ അക്കാദമിയുടെ www.kerala.mediaacademy.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 048724222275.
കേരള പഴനി പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും മാർച്ച് 10 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ അമ്മമാരുടെ പാൽക്കുടം ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാ വരവും നടത്തും. തുടർന്ന് വൈകിട്ട് പൂയം കൊടിയേറ്റവും നടക്കും. മാർച്ച് 10 രാവിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാകും. 13 ദേശങ്ങളിൽ നിന്നുള്ള കാവടിയാട്ട സെറ്റുകളും ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പും രാത്രിയിൽ കാവടിയാട്ടവും നടക്കും. 11 വൈകിട്ട് പള്ളിവേട്ടയും 12 രാവിലെ ആറാട്ടും കൊടിയിറക്കം നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ കുരുലി, ട്രഷറർ മുരളീധരൻ കാഞ്ഞിര എന്നിവർ ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൂയ മഹോത്സവം CTV തത്സമയം സംപ്രേഷണം ചെയ്യും. അതോടൊപ്പം തന്നെ മാർച്ച് 6 ആയിരക്കണക്കിന് അമ്മമാരുടെ പാൽക്കുട ഘോഷയാത്ര, അത് അങ്ങ് ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും കേരളത്തിൽ തന്നെ അപൂർവമായി കാണുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് അമ്മമാരുടെ പാൽക്കുട ഘോഷയാത്ര വലിയൊരു സംഭവം തന്നെയാണത്. പാൽക്കുടം വേണ്ടിയ അമ്മമാർ ക്ഷേത്രത്തിന് ചുറ്റും, ക്ഷേത്രമാകുന്ന ചോച്ചേരിക്കുന്നതിന് ചുറ്റും പ്രദേശം വെച്ചുകൊണ്ട് ഏകദേശം 2-3 കിലോമീറ്ററോളം പ്രദേശം വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും അത് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങാണത്. അത് കേരളത്തിൽ മറ്റു ക്ഷേത്രങ്ങളിലും അങ്ങനെ ആയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ് അന്ന് മാർച്ച് 6 നടക്കാവുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വലിയ പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്ത ഗോപുര നിർമ്മാണം 2 വർഷം മുമ്പ് നമ്മുടെ ബഹുമാനായ സൗന്യമന്ത്രിയാണ് നിർമ്മാണം നിർവഹിച്ചത്. അതിൻ്റെ നിർമ്മാണം 95% പൂർത്തിയായിരിക്കുകയാണ്. അത് മെയ് മാസം ലാസ്റ്റ് അത് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭിന്നശേഷി അധ്യാപക നിയമനം അപേക്ഷ ക്ഷണിച്ചു. ജിയോഗ്രഫി, ഗാന്ധിയൻ സ്റ്റഡീസ്, ബോട്ടണി, സുവോളജി വിഷയങ്ങളിൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് യോഗ്യരായ 50 വയസ്സിന് താഴെയുള്ള ഭിന്നശേഷി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ, ലോക്കോമോട്ടർ, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി, ലെപ്രസി ക്യൂവേർഡ്, ആസിഡ് അറ്റാക്ക് വിക്ടിം, ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, മെന്റൽ ഇൽനസ്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ്, UDID കാർഡ്, മറ്റ് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് 12 മുൻപായി പ്രാദേശിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ നേരിട്ട് ഹാജരാകണമെന്ന് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാവർക്കർമാരുടെ സമരം അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പീച്ചി മലയോര ഹൈവേ ഉദ്ഘാടനം മാർച്ച് 15 മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് മന്ത്രി K. രാജൻ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത് നിർവഹിച്ചു. പൂച്ചട്ടി മുരിയൻകുന്ന് കോതമുത്തപ്പൻ ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക വേല പൊങ്കാല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.